ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരുടെ പ്രത്യക്ഷമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിനുണ്ട്. കാരണം കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും പോലുള്ള വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ KPCC യോഗത്തിലോ UDFൻ്റെ യോഗത്തിലോ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പൊസിഷൻ എടുക്കുന്നു എന്നുള്ളതല്ല ചർച്ച. പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയിലേർപ്പെട്ട അതിക്രൂരമായ സമീപനം ഒരു യുവതിയോട് സ്വീകരിച്ച വ്യക്തിയെ പരസ്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഈ വിഷയത്തെ പിന്നെ ശബരിമലയുടെ വിഷയവുമായിട്ടും അതല്ലെങ്കിൽ BJP CPM എന്തോ കൂട്ടുകെട്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടും കോൺഗ്രസും അതോടൊപ്പം അതിന് മറുപടി എന്ന നിലയിൽ BJP ഇത് CPMൻ്റെ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസും രാഹുലിനെ സംബന്ധിച്ചെടുക്കുന്ന നിലപാടുമൊക്കെ ഇവിടെ കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയാം, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങേയറ്റം ആളുകളോട് ജനാധിപത്യപരമായി പെരുമാറുന്നവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരുപാട് ആളുകളെ നമുക്കൊക്കെ വ്യക്തിപരമായി അറിയില്ലേ? അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരും അതിനു മുമ്പ് പ്രവർത്തിച്ചവരുമായ എത്ര പേരെ നമുക്ക് വ്യക്തിപരമായി അറിയാം? ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നമുക്ക് എത്രയോ പേരെ വ്യക്തിപരമായി നമുക്കറിയാം. ഇന്ന് വാസ്തവത്തിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് കൊടുക്കുന്ന സംരക്ഷണം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒട്ടേറെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പിന്നെ ഗോപികൃഷ്ണൻ, എത്ര പേരാണ് ഈ നിലപാട് വാസ്തവത്തിൽ കോൺഗ്രസ് പോലൊരു പാർട്ടി സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്ന അഭിപ്രായമുള്ള ഒട്ടേറെ ആളുകളുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, എന്താ സംഭവിക്കുന്നത്? ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വരികയും അതിൻ്റെ കോൾ റെക്കോർഡ് പുറത്തു വരികയും അദ്ദേഹത്തിൻ്റെ മറുപടികൾ പ്രതികരണങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ച് ഗോപികൃഷ്ണനോട് പറയാം, വലിയ നിലയിലുള്ള പിന്തുണ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമാണ്. ആരോപണം താങ്കൾ കേട്ടില്ലേ? ഈ MLA 24 മണിക്കൂറായിട്ട് പിടികൂടാൻ പറ്റാത്തത് ഒരു സംരക്ഷണം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ട് എന്ന സംശയം അല്ലെങ്കിൽ എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ. പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തതിലെ രാഷ്ട്രീയവും ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം കൂടി ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഇനി കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരുടെ കുടുംബവുമായി ചേർത്തുകൊണ്ട് വിശ്വസനീയമായ വിവരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇനി എന്താ വരുന്ന റെക്കോർഡിലെ സംഭവങ്ങൾ എന്താണ് ഗോപികൃഷ്ണൻ? അത് നമ്മൾ കേവലം പിന്നെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ആളുകൾ പറയുന്ന കാര്യമാണോ? എന്താണ് അബോർഷന് നിർബന്ധിക്കുന്ന അതിൻ്റെ മരുന്നുകൾ നിയമവിരുദ്ധമായ അശാസ്ത്രീയമായ ഇന്ന് രാജ്യത്ത് ഉള്ള നിലവിലുള്ള നിയമങ്ങൾക്ക് മുഴുവൻ വിരുദ്ധമാണ്. ഞാൻ ഈ അബോർഷൻ എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഗോപികൃഷ്ണൻ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഗർഭിണികളായ അനേകായിരങ്ങൾ ഈ ടെലിവിഷൻ ചർച്ച കാണുകയാണ്, കുഞ്ഞുങ്ങൾ കാണുകയാണ്, ഗർഭസ്ഥവതികൾ ഇത്തരം ചർച്ചകൾ കാണുകയാണ്, അവരുടെ രക്ഷിതാക്കൾ കാണുകയാണ്, അവരുടെ ഭർത്താക്കന്മാർ കാണുകയാണ്. എത്ര ഗുരുതരമായ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവഹാനിക്ക് പോലും കാരണമായേക്കാവുന്ന അശാസ്ത്രീയമായ സമീപനങ്ങൾ ഒരു ജനപ്രതിനിധി, ഒരു MLA സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഷയമാണോ ഇത്? ഇത് ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നം ഇവിടെ ഉയർന്നു വരികയാണ്. പിന്നെ BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ നിരാശപ്പെടുത്തുകയാണ്. BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ കാരണം? നമ്മൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഇതിനിടയ്ക്ക് കൊള്ളാം, ഇതൊരു തദ്ദേശ ഇലക്ഷനാണ്, അപ്പോൾ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി ഗവൺമെൻറ്റിനും പോലീസിനും ഇട്ട് 2 കൊടുക്കാം എന്നൊരു സമീപനമാണോ BJPയുടെ നേതാവ് ഇത്തരം ചർച്ചകളിൽ സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പോ
അല്ലെങ്കിൽ CPIM-നോ ഇടതുപക്ഷത്തിനോ എതിരായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളോ ഞങ്ങളൊക്കെ അതിനെ ഞങ്ങൾക്കതിന് മറുപടിയുണ്ട്, ഞങ്ങളത് പറയും, ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയ വിഷയം വേറെയല്ലേ? ഇത്തരം വിഷയങ്ങളിൽ ഒരു പോലീസ് കർശനമായ നടപടി സ്വീകരിച്ചു, വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചാർജ് പിന്നെ വെച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു, അങ്ങനെ ഒരാളെ പിന്നെ സംരക്ഷണം കൊടുക്കുന്നു ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ ഞാൻ BJP-യുടെ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങയുടെ പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ കേരളത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.